തുറക്കണോ? ഞാൻ തുറക്കൂല, തുറക്കൂലടാ. ഐ നോ ഓപ്പൺ ഷുവർ, തുറക്കൂലടാ. കൊല്ലാൻ കിട്ടൂലടാ. കില്ലർ സാഹിബ്, കൊലപാതകി. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുകുട്ടികളുമൊത്തുള്ള രസകരമായ ചില നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വലിയ ഒരു പ്രതികാരം വീട്ടലിന്റെ കഥയാണ് കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഇവന്റെ പല്ല് പറിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ ഒരു യുദ്ധമായിരുന്നു ഇത്. ഇനി മറ്റൊരു ഇറക്കിവിടൽ അപാരതയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ അനുസരണയോടുകൂടി ഇറങ്ങിപ്പോകാൻ തയ്യാറായിരിക്കുന്ന കുഞ്ഞുമോളെ ഒന്ന് പരിചയപ്പെടാം. അമ്മമ്മ പൊക്കോളാൻ പറഞ്ഞോ? എന്തേ ഇവിടെ നിക്കണ്ട പറഞ്ഞോ? തല്ലൂടിട്ടാ? എന്ത് പറഞ്ഞിട്ടാ? അമ്മ എന്താ പറഞ്ഞ അമ്മൂമ്മേനെ? ആരാ വരിക? അത് ഞാൻ തീരുമാനിക്കും. ഓട്ടോസ് ഓടിക്കാം. വേണമെങ്കിൽ ആവശ്യമുള്ള ഓരോ ഓട്ടോസ് വിളിക്കാൻ പോവാ. തല്ലൂടി പാമ്പ് വല്ലൊരു ഓട്ടോസ് വിളിച്ചൊന്നിട്ടല്ലോ സ്വന്തമായിട്ട് ഓട്ടോസ് വിളിക്കാൻ പോവാ. എന്നാൽ മറ്റൊരുത്തി ഇതാ ഇവിടെ ദുബായിലേക്കുള്ള ഫ്ലൈറ്റിലാണ് കയറിയിരിക്കുന്നത്. അമ്മ വടി ഉപയോഗിച്ച് ഇറക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. എവിടെ പോണത്? ദുബായിൽ എവിടെയാണ് പോണത്? പുറത്തു പോണതാ? അല്ല, ദുബായിൽ എവിടെയാണ് പോണത്? ഇനിയിപ്പോ താഴെ ഞാന് 5 പേരുണ്ട്. ഞാൻ 5 പേരുണ്ട്. ഇവനിപ്പോൾ പുട്ടുകുത്താൻ പുഴുങ്ങിയ മുട്ട മാത്രം എന്നതാണ് ഇവന്റെ പരാതി. രാവിലെ പുഴുങ്ങിയ മുട്ട മാത്രം, മുട്ട മാത്രം, മുട്ട മാത്രം, മുട്ട മാത്രം, മുട്ട മാത്രം. ഇവന് സ്ഥിരമായി മുട്ട നൽകിയതുകൊണ്ട് ഇവൻ അതുപയോഗിച്ച് അതിമനോഹരമായ വരികൾ ഉണ്ടാക്കി. ഇവന് മറ്റു ചിലതുകൂടി നൽകിയിരുന്നെങ്കിൽ ഇവൻ വയലാറിനെ കിടത്തി വെട്ടുമായിരുന്നു എന്നതാണ് സത്യം. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഈ പറയപ്പെട്ട സാധനം ഉണ്ടെങ്കിൽ ഒന്ന് ഇവൻ അയച്ചു കൊടുക്കണം എന്നതാണ് നമ്മുടെ ഒരു അപേക്ഷ. എടാ, നിങ്ങളെ ആരടുത്തെങ്കിലും പഴയ പൊക്ട്രാക്ടർ ഉണ്ടാ? പൊക്ട്രാക്ടർ കോമ്പസത്തെ മറ്റേ വട്ട സാധനം നിങ്ങളിപ്പോ ആദ്യം അബന്റെ അടുത്ത് തന്നെയാ. ആരടുത്തേനി? അഭിനയിന്റെ അടുത്ത് പഴയ ബോക്സ്. പിന്നെ ഇപ്പൊ പുതിയ തേങ്ങി ആ പഴയ ബോക്സത്തെ പൊക്ട്രാക്ടർ ഇപ്പൊ അതിന്റെ എഴുത്തൊന്നും പോയിട്ടില്ല. എഴുത്ത് പോയിട്ട് ഞങ്ങൾ ആ സ്കൂളിൽ കൊണ്ടുവര്. അതിന്റെ താത്താക്ക് പൊട്രാക്ടർ പാടം കഴിയണ വരെ എഴുതാനാ. അത് എഴുതി കഴിഞ്ഞിട്ട് തരാന്ന്. ഇവിടെ പാട്ട് പാടുന്നതിനിടയിലായിരുന്നു പുഷ്പ കയറി വന്നത്. അതിനിടയിൽ ട്രാക്ക് അങ്ങ് മാറി. പുഷ്പ ഏത് പുഷ്പ? പുഷ്പ പുഷ്പരാജ്. Je m'en vais.
വീഡിയോ എടുക്കുന്നവർക്കും കാണുന്നവർക്കും ഇതിപ്പോൾ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന സംശയം വന്നുപോയി. കരയുമല്ലായിരുന്നോ? നീ കരയുമായിരുന്നു. എല്ലു ഇങ്ങനെയൊന്നും അല്ലടാ. ഈ ചേട്ടന്മാരൽപ്പം വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കില്ല. വെള്ളം കുടിക്കുന്നതിനിടയിലായിരുന്നു പാട്ട് വന്നത്. ഒന്നും കൂടി ആരോടും പറയണ്ട, എന്റെ കൂടെ ഒരു ക്രിമിനൽ ഉണ്ട്. ക്രിമിനൽ അറിയാതെ ഒന്ന് ഞെട്ടിപ്പോയതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. എന്തായാലും കുട്ടികളാകുമ്പോൾ പല വിധത്തിലുള്ള കളികളും ഉണ്ടായേക്കാം. ഇതുപോലെ കളിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് താഴെ പറയുക. എന്നാൽ കളിക്കുമ്പോൾ ഇങ്ങനെ കളിക്കണം എന്നതാണ് ഇവിടെ ഒരു മോന് പറയാനുള്ളത്. ഇത് കാണുമ്പോൾ രക്ഷിതാക്കളുടെ കിളി പോകണം. മറ്റൊരു കുഞ്ഞുമോന്റെ താരാട്ടുപാട്ടൊന്ന് കേൾക്കുക. ഇത് കേട്ട് കുട്ടി ഉറങ്ങിയാൽ ഭാഗ്യമെന്ന് പറയാം. കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്നതിനൊരു ട്രിക്കുണ്ട് എന്നതാണ് ഇവൻ പറയുന്നത്. കണ്ടു കണ്ട് ചിരിച്ചു കണ്ടോ മനമുത്തുറങ്ങ്. എന്നാൽ ഉറങ്ങിയത് കുഞ്ഞല്ല എന്ന് മാത്രം. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സ് കീഴടക്കാൻ ഇതുപോലെ പ്രത്യേകമായൊരു കഴിവ് വേണം. എന്നാൽ ഇതേ കഴിവ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അല്പം കൂടുതലാണ് എന്ന് പറയാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോയിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്ന് താഴെ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.